മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ഭരണം എങ്ങനെയുണ്ട് ഇപ്പോൾ തുടങ്ങിയിട്ട്? വി ഡി സതീശൻ 6 മാസമേ ഭരിക്കുള്ളൂ. അതിനുള്ള രമേശ് ചെന്നിത്തല വരും. കാരണം എന്താ ഞാൻ പറയില്ല. എന്താ കാരണം പറ? ഇല്ല, കാരണം പറയില്ല. കാരണം പ്രശ്നം ഒരു വിവാദം വരും. 6 മാസം അധിക നാളുകളിൽ തന്നെ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാണ്. വി ഡി സതീശൻ അട്ടിമറിക്കപ്പെടും. വിവാദം വരും. എന്താ സാധനം പറയില്ല. വി ഡി സതീശൻ എന്താണ് പ്രശ്നക്കാരനാണോ? അത് ഞാൻ പറയില്ല. അല്ല പറഞ്ഞു എന്നെ പുള്ളി അറസ്റ്റ് ചെയ്യും. ഞാൻ സംഭവം പറയില്ല. പക്ഷെ അധിക നാള് നിൽക്കാൻ പോകുന്നില്ലേ പറഞ്ഞു. അതിനുള്ളിൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാണ്. ഈ വി ഡി സതീശന്റെ ചിരിയിൽ കള്ളത്തരണ്ട് എന്നാണ് പൊതുവെ ഇപ്പോൾ പറഞ്ഞത്. വി ഡി സതീശൻ വളരെ സ്കൂഡായിട്ടുള്ള ആളാണ്. വളരെ കുശാഗ്ര ബുദ്ധിയുള്ള ആളാണ്. അതുകൊണ്ടാണ് ED റീതിയിൽ വന്നപ്പോൾ പുള്ളി ഒന്നും മിണ്ടാതിരുന്നത്. വളരെ വിദ്യാഭ്യാസമുള്ള കഴിവുള്ള ബുദ്ധിമാനായ രാഷ്ട്രീയക്കാരനാണ്. അതുകൊണ്ടാണ് പുള്ളി മുഖ്യമന്ത്രി ആയത്. എന്നിട്ട് 6 മാസം ഭരിക്കുള്ളൂ എന്ന് പറയുന്നു. അത് വേറെ കാരണം, അതേ പറയില്ല. എന്താണ് പറയാത്തത്? 6 മാസത്തിലേ ഉണ്ടാവും. അതേ രമേശ് ചെന്നിത്തല വരും. കാരണം ജനങ്ങളുടെയും പാർട്ടിയുടെ സപ്പോർട്ട് രണ്ടുമുള്ള രമേശ് ചെന്നിത്തലയാണ്. വി ഡിക്ക് അടുത്ത് ചില വിവാദങ്ങൾ വരും. എന്താണ് ഞാൻ പറയില്ല. 6 മാസം നടക്കുള്ളൂ. വി ഡി പൂക്കി ചിരിയാണല്ലോ. വി ഡിക്ക് തന്നെ അറിയാം. ഓഗസ്റ്റ് പറഞ്ഞു. വി ഡി എൻ്റെ വീഡിയോയിൽ കണ്ടു. വി ഡി കണ്ടു, രമേശ് ചെന്നിത്തല കണ്ടു, പിണറായി കണ്ടു, പിണറായിയുടെ PR ടീം കണ്ടു. എൻ്റെ രമേശ് ചെന്നിത്തല പറഞ്ഞു എൻ്റെ വീട്ടുകാർ ഇത് കാണാറുണ്ടോ എൻ്റെ വീഡിയോസ്. വി ഡിയും കണ്ടു. ഞാൻ ഇലക്ഷൻ സമയത്ത് ആക്റ്റീവാണല്ലോ. അല്ല, പിണറായിയുടെ വീട്ടിൽ ED വന്നതിന് കാരണം വീഡിയോന്ന് അറിയുന്നു. മീഡിയ വീഡിയോ നല്ല അയാൾ വരും പണ്ടത്രമാണ്. വീഡിയോ നല്ല പിന്നെന്താ പ്രതികരിക്കാത്ത എന്തിനായിരുന്നു? പ്രതികരിച്ച ഒരു വിവാദമോ ഇനി പറഞ്ഞു വരട്ടെ. TP ചന്ദ്രശേഖർ കേസ് 51 വെട്ടുവെട്ടി അതെല്ലാം പുറത്തു വരട്ടെ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇതെല്ലാം പുറത്തു വരും. പിന്നെ തോന്നിയാസം കാണിച്ചിട്ട് റെയ്ഡ് എടുത്താൽ പിന്നെ എന്താ ചെയ്യേണ്ടതാണ്? ആശാൻ കണ്ടുപിടിച്ചല്ലോ. ED കണ്ടുപിടിച്ചല്ലോ, രേഖ കണ്ടുപിടിച്ചല്ലോ. പിണറായി വിജയൻ്റെ മോളുടെ പേരില്ല, വീണ വിജയൻ്റെ പേരില്ല രേഖ കിട്ടിയിട്ടുണ്ടല്ലോ. ഇവർക്കെല്ലാം എന്ത് തോന്നിവാസം കാണിക്കും. നമ്മളെ ചിലവാക്കണ നമ്മളെല്ലാം അഡ്വാൻസിൻ്റെ അങ്ങനെ കാശാണ് ടാക്സിയായി മാറിയിട്ട് ഇവർ എടുത്തുകൊണ്ട് പോകണം. എൻ്റെ ഇതിനെ വെച്ച് പറയാനും പാടില്ല. നമ്മളെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശാണ് ടാക്സിയിൽ കൊടുത്തിട്ട് ആ കാശാണ് ഇവർ കൊണ്ടുപോകണം. പറയാനും പാടില്ല. പിണറായിയുടെ മോള് എന്തായിരുന്നു? പിണറായിയുടെ മോള് വീണ ജോർജ് അല്ല, വീണ വിജയൻ. വീണ വിജയൻ എനിക്കറിയില്ല. മുഴുവൻ അഴിമതിയല്ലേ ഈ അണികൾ. ഈ ഫാൻസിയർ പോലെയാണ് അണികൾ. ഈ അണികൾ സിൻസിയറായിട്ട് കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുകയാണ്. നേതാക്കളെ കോടികളും ഡഗ്ഗുകയാണ്. ഈ ഫാൻസിയർ പോലെയാണ്. ജനങ്ങളുടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് ടാക്സിയായിട്ട് കൊടുത്ത കാശിൽ ഇവർ അടിച്ചുപറ്റി കൊണ്ടുപോകണം. എൻ്റെ അമ്മാർക്ക് ഇതൊന്നും പറയാനും പാടില്ല. ഇതെന്തായാലും ഗുണ്ടായിസോ ഏകാധിപത്യമോ സ്റ്റാലിൻ്റെ റൂളാണ്. റഷ്യയിലെ സ്റ്റാലിൻ ഉണ്ടായിരുന്നു ഡിക്റ്റേറ്റർഷിപ്പ്. ഇത് കമ്മ്യൂണിസം എന്നല്ല. ഇവരെ തമ്പ്രാക്കന്മാരെ ഡീൽ ചെയ്യണം. ഇതുകൊണ്ടാണ് ഭരണം പോയത്. ഇവരുടെ രാഷ്ട്രീയം കാരണം ഭരണം പോയത്. ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരാനേ പോകുന്നില്ല. ആകെ ഇന്ത്യയിലുണ്ടായിരുന്നു, കേരളത്തിലായിരുന്നു, അതും പോയി. ബംഗാളിൽ നേരത്തെ പോയതാണ്.